കൊല്ലം മൈനാഗപ്പള്ളിയിൽ വീട്ടമ്മയെ കാർ കയറ്റിക്കൊന്ന സംഭവത്തിൽ രണ്ടാം പ്രതി ഡോക്ടർ ശ്രീകുട്ടിക്ക് ജാമ്യം. കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. പ്രേരണാ കുറ്റമാണ് ശ്രീകുട്ടിക്ക് മേൽ ചുമത്തിയത്. ഡോക്ടർ പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, വിശദാംശങ്ങൾ. അനിൽ നമ്പ്യാർ മദ്യലഹരിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിച്ച ശേഷം കാർ കയറ്റിക്കൊന്ന കേസിലെ കൂട്ടുപ്രതിയായ ഡോക്ടർ ശ്രീകുട്ടിയുടെ ജാമ്യാപേക്ഷയാണ് ഇന്ന് കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. നേരത്തെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ കൊല്ലപ്പെട്ട കുഞ്ഞുമോളുടെ കുടുംബത്തിന്റെയും എതിർപ്പ് പരിഗണിച്ച് ശാസ്താംകോട്ട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് പ്രിൻസിപ്പൽ കോടതിയെ സമീപിക്കുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ജാമ്യം ലഭിക്കുന്നത്. അല്പസമയം മുമ്പാണ് ശ്രീകുട്ടിക്ക് ജാമ്യം ലഭിച്ചത്. മനുഷ്യ മനസാക്ഷി നെട്ടിച്ച കൊടും ക്രൂരതയാണ് അരങ്ങേറിയത്. അതിൽ ഒരു വഴിയാത്രക്കാരെ, സ്കൂട്ടർ യാത്രക്കാരെ ഇടിച്ചിട്ട ശേഷം ക്രൂരമായി അതിന്റെ മുകളിലൂടെ വാഹനം കയറ്റിക്കൊന്ന കേസിലെ രണ്ടാം പ്രതിയാണ് ശ്രീകുട്ടി. നേരത്തെ തന്നെ ജാമ്യാപേക്ഷ നൽകിയെങ്കിൽ പോലും അത് അംഗീകരിച്ചില്ല. തുടർന്നാണ് ഇപ്പോൾ സെഷൻ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പ്രശാന്ത്, സ്ത്രീ എന്ന പരിഗണന വെച്ചാണോ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്? കർശനമായ ജാമ്യ വ്യവസ്ഥകളാണോ? തീർച്ചയായും അതും പരിഗണിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കർശനമായ ഒരു ജാമ്യ വ്യവസ്ഥയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇത്തരത്തിൽ ഈ തെളിവ് നശിപ്പിക്കുന്ന അടക്കമുള്ള നടപടിയിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികളും എന്തായാലും കോടതി പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഇനിയും ഈ ജാമ്യ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടിയിരിക്കുന്നു. പ്രാഥമികമായ വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യം ലഭിച്ചു എന്ന് പറയുന്നത്. ഇതിൽ കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്നടക്കമുള്ള ജാമ്യ വ്യവസ്ഥയുടെ കൂടുതൽ വിവരങ്ങൾ ഇനി ലഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അനിൽ നമ്പ്യാർ. നന്ദി പ്രശാന്ത്.